ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് നമുക്ക് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് അടിച്ചെടുത്താലോ. കഴിഞ്ഞ വട്ടം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ആയിരുന്നല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വട്ടം നമുക്ക് പാഷൻ ആണ്. ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള പാഷൻ ഫ്രൂട്ട് ആയിരുന്നു കേട്ടോ. അതിൻ്റെ പൾപ്പൊക്കെ എടുത്തതിന് ശേഷം മിക്സിയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ജിഞ്ചറും ഒരു നമ്മുടെ പച്ചമുളകിൻ്റെ പകുതി വേണം കേട്ടോ. പച്ചമുളക് അത്രയും മതി. പക്ഷേ ജിഞ്ചർ നിങ്ങൾക്ക് ഇത്തിരി കൂടെ എരിവ് വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജിഞ്ചർ കുറേ കൂടെ വേണം. ഞാൻ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ മിക്സി ജാറിൽ ഞാൻ നന്നായിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു കൊത്തൊക്കെ അതിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സ്റ്റെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രം താഴെ വെച്ചിട്ട് അതിൽ സ്റ്റെയിനറും കൂടെ വച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പൾപ്പൊക്കെ എടുക്കുകയാണ്. ഞാൻ ഇത് കാണുമ്പോഴൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം നല്ല പാടാണ് ഈ ചെയ്തെടുക്കുന്നതിന്. ഞാൻ ഇതിനാണ് കൂടുതലും സമയം എടുത്തത്. പിന്നെ ഞാൻ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അത് ഷേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം അതിലും ഇതിൻ്റെ കുറച്ച് പൾപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ വീണ്ടും ഇങ്ങനെ സ്റ്റെയിൻ ചെയ്തെടുക്കുകയാണ്. കാരണം ഈ മിക്സി ജാറിൽ തന്നെ ഇതിൻ്റെ ആ ഒരു സീഡ് പൊടിഞ്ഞത് കുറേ കിടക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ താഴെ ആ ഒരു സ്റ്റെയിനറിൻ്റെ അവിടെ തന്നെ കുറേ ഇതിൻ്റെ കൊത്ത് കാണും കേട്ടോ. അത് ഭയങ്കര പാടാണ്. ഇതാണ് അതിൻ്റെ കൊത്ത് ഇത്രയും അരിച്ചെടുത്തേണ്ടത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറേ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ല പുളിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ ഷുഗർ ആഡ് ചെയ്തു, ബട്ട് എനിക്ക് ആ ഒരു ക്ലിപ്പ് ഞാൻ എടുക്കാൻ മറന്നുപോയി. ഞാൻ വേറൊരു പാത്രത്തിലാക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തു, കാരണം പുളിപ്പായതുകൊണ്ട്. പിന്നെ അതിൽ പഞ്ചസാരയും കൂടെ നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളിപ്പ് നല്ല രീതിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ വേറൊരു കപ്പിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മളൊരു കപ്പിൽ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് കുടിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തണുത്തിട്ട് കുടിക്കുന്നതാണ് ഇത്തിരി കൂടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് ഞാൻ ബാക്കി വന്നത് ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.